ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ട് വയല് മരിച്ചിനിയാണ്, ചില സ്ഥലങ്ങളിൽ കപ്പ എന്ന് പറയും. അപ്പോൾ ഞാനിതിനെ വേവിച്ച് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് മരിച്ചിനി ഇങ്ങനെ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് എടുക്കേണ്ടത്, കനം കുറച്ച്. അപ്പോൾ ഞാൻ മരിച്ചിനി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കഴുകി കലത്തിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇനി ഈ ഒരു മരിച്ചിനെ ഞാൻ തീയിൽ വെച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. ചുട്ട് കഴിക്കുന്നതും അതും വെറൈറ്റി ഒരു ടേസ്റ്റാണ്. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ, കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ, താഴമ്പൂക്കാട്ടിലെ ചന്ദനക്കൂട്ടിലോ ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. അപ്പോൾ എൻ്റെ പാട്ടും തീർന്നു, പകുതി ജോലിയായി. അടുപ്പത്ത് ചുടാനിട്ടിരുന്ന മരിച്ചിനി ചുട്ടെടുത്തു. കലത്തിൽ ഇളക്കാൻ വേണ്ടി വെച്ചിരുന്ന മരിച്ചിനി വേകുകയും ചെയ്തു. അപ്പോൾ ഞാൻ മരിച്ചിനിയുടെ കരിയൊക്കെ ഒന്ന് ഇളക്കിക്കളഞ്ഞു. ഇനി ഒന്ന് നോക്കട്ടെ. അമ്പടാ, വയലും മരിച്ചിനി എന്ന് പറഞ്ഞാലും പോരാ, ഒരു കഷ്ണം കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ ചുട്ട മരിച്ചിനി ഒരു കഷ്ണം കഴിച്ചു. ഇനി ഇത് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലെ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ശകലം വെള്ളം ഒഴിച്ച് അതിനെ കലക്കി അതിലോട്ട് ഒഴിക്കുന്നു. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തുടുപ്പിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മരിച്ചിനി ആവിയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിനി അതിനെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഇത് പനയിലുള്ള മടലിൻ്റെ തുടുപ്പാണ്. അപ്പോൾ ഇതിട്ടാണ് ഞാൻ മരിച്ചിനി ഇളക്കുന്നത്. അപ്പോൾ നമ്മുടെ മരിച്ചിനി നല്ലവണ്ണം ഇളക്കി എടുത്തിട്ടുണ്ട്. എന്താ റൊട്ടി പോലെ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ മരിച്ചിനി ഇളക്കി അങ്ങനെ വെച്ചു. ഇനി അത് കഴിക്കാൻ വേണ്ടി മീൻ വേണമല്ലോ. അപ്പോൾ 2 ചാള കൂടെ പൊരിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, വയല് മരിച്ചിനി അവിച്ചിളക്കിയതും ചാള പൊരിച്ചതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. ബൈ.